ടാറ്റ നാനോ എങ്ങനെയാണ് പരാജയപ്പെട്ടത്? ഒരു മധ്യവർഗ ഇന്ത്യക്കാരൻ്റെ സ്വപ്നങ്ങളിൽ സ്വന്തമായിട്ടൊരു വീട് എന്നും ഉണ്ടായിരുന്നു. ഒരു വീട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വന്തമായിട്ടൊരു കാറായിരുന്നു. പക്ഷെ വളരെ കഷ്ടപ്പെട്ടൊരു വീട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്വന്തമായിട്ടൊരു കാറ് മേടിക്കുക? ഈ സമയത്താണ് 2008 ഡൽഹി ഓട്ടോ എക്സ്പോയിൽ വെച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വില കുറഞ്ഞ കാർ ടാറ്റ നാനോ ടാറ്റ മോട്ടോഴ്സ് അവതരിപ്പിക്കുന്നത്. വ്യത്യസ്തമായൊരു രൂപത്തിലുണ്ടായിരുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ കാറുകളിലൊന്നായ ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാർ. ഇത്തരത്തിൽ ഒരു കാറിൻ്റെ രൂപം പുറത്തേക്ക് വന്നിരുന്നു എങ്കിലും ഇത് വെറും പേപ്പർ വർക്കായി ഒതുങ്ങി നിൽക്കുമെന്നാണ് ലോകത്തിലെ പല വിദഗ്ധരും കരുതിയത്. എന്നാൽ തൊട്ടടുത്ത വർഷം തന്നെ ഇത് കാറായി വിപണിയിലേക്ക് എത്തുകയാണ്. വളരെ ആവേശത്തോടെ തന്നെ മധ്യവർഗ ഇന്ത്യക്കാർ ടാറ്റ നാനോയെ സ്വീകരിക്കുകയാണ്. ടാറ്റ നാനോയുടെ വരവോടെ ഇന്ത്യയിൽ യൂസ്ഡ് കാറിന്റെ മാർക്കറ്റ് കുത്തനെ ഇടിയാണ്. ആ സമയത്തെ വില കുറഞ്ഞ കാറായ മാരുതി 800ന്റെ വിൽപ്പനയെയും സാരമായി ടാറ്റ നാനോ സ്വാധീനിക്കുകയാണ്. വാസ്തവത്തിൽ ഒരു വിപ്ലവം തന്നെയായിരുന്നു ടാറ്റ നാനോ. എന്നാൽ നിസ്സാരമായ 10 വർഷം കൊണ്ട് 2018ഓടെ പൂർണ്ണമായും മാർക്കറ്റിൽ നിന്ന് ടാറ്റ നാനോ പിൻവാങ്ങുകയാണ്. തൊട്ടതെല്ലാം പൊന്നാക്കിയ സുദീർഘമായ ഒരു ചരിത്രമുള്ള ടാറ്റ എന്ന കമ്പനിക്ക് എവിടെയാണ് പിഴച്ചത്? എന്തുകൊണ്ടാണ് ടാറ്റ നാനോ ഇന്ത്യയിൽ പരാജയപ്പെട്ടത്? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് പറയാൻ പോകുന്നത് ടാറ്റ നാനോയുടെ ആദ്യ വേർഷൻ്റെ പരാജയത്തിലേക്ക് നയിച്ച ചില കാരണങ്ങളെക്കുറിച്ചാണ്. ടാറ്റ നാനോ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ ഇലക്ട്രിക് വാഹനമായി തിരിച്ചു വരുമെന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ടാറ്റ നാനോയുടെ ചരിത്രത്തെക്കുറിച്ച് വളരെ പെട്ടെന്നൊന്ന് പരിശോധിക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ടാറ്റ നാനോയുടെ ജനനത്തെക്കുറിച്ച് ശ്രീ രത്തൻ ടാറ്റ തന്നെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പല സമയത്തും ഇന്ത്യൻ റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യയിലെ മധ്യവർഗ കുടുംബം യാത്ര ചെയ്യുന്നത് ബൈക്കുകളിലാണ്, ഇരുചക്ര വാഹനങ്ങളിലാണ്. അത് യാത്ര ചെയ്യുന്നതാവട്ടെ ഫുൾ ഫാമിലിയൊക്കെ ആയിട്ടാണ്. മഴയത്തും വെയിലത്തും അവർ പോയിരുന്നത് ഒരു കുടുംബസമേതം ബൈക്കുകളിലായിരുന്നു. ഇത് സുരക്ഷിതമല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം ഇതിന് യൂസ് ചെയ്ത വേർഡ് സാൻഡ്വിച്ച്ഡ് എന്നാണ്. സാൻഡ്വിച്ച് നമുക്കറിയാലോ, 2 ബണ്ണ് വെക്കും, അതിനിടയിൽ ഫില്ലേഴ്സ് ഉണ്ടാവും. ഇതുപോലെ അച്ഛനും അമ്മയും പുറകിൽ ഒരു ബൈക്കിലുണ്ടാവും, അതിൻ്റെ ഇടയിലാണ് കുട്ടികൾ പലപ്പോഴും തിങ്ങി ഞെരുങ്ങി യാത്ര ചെയ്യുക. ഇതൊരിക്കലും സുരക്ഷിതമല്ല എന്ന് നമുക്കറിയാം. കാരണം ഇന്ത്യയിലെ റോഡ് പലപ്പോഴും സ്ലിപ്പറി റോഡുകളാണ്, കുണ്ടുകളും കുഴികളും ഉണ്ട്, നല്ല ട്രാഫിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് എങ്ങനെയാണ് സുരക്ഷിതമായൊരു യാത്രാമാർഗം ഒരുക്കുക എന്ന കാര്യത്തിൽ ടാറ്റ മോട്ടോഴ്സ് ഒരു ചെറിയ റിസർച്ച് നടത്തുകയാണ്. ഇരുചക്ര വാഹനങ്ങളുടെ നിർമ്മാണമായിരുന്നു ആദ്യം അവർ ചിന്തിച്ചിരുന്നത്. ഇരുചക്ര വാഹനങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കുക എങ്ങനെയാണ് എന്ന് അവർ ആഴത്തിൽ ചിന്തിക്കുകയാണ്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് അവസാനം അവർ എത്തിച്ചേർന്നതാവട്ടെ ടാറ്റ നാനോയിലായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വില കുറഞ്ഞ കാർ. അന്നത്തെ കാലത്ത് ലോക മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിച്ചത് $1300 കാർ എന്ന അത്ഭുതത്തോടെയായിരുന്നു. അതായത് മഴയത്തും വെയിലത്തും ഒരു കുടുംബമായി ഒരു ബൈക്കിൽ സുരക്ഷിതമല്ലാത്ത രീതിയിൽ യാത്ര ചെയ്തിരുന്ന മധ്യവർഗ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ബൈക്കിൻ്റെ വിലയിൽ ഒരു കാറാണ് കിട്ടാൻ പോകുന്നത്. വളരെ ആവേശത്തോടെ ഇന്ത്യക്കാർ ഈ കാര്യത്തെ സ്വീകരിക്കുകയാണ്. ടാറ്റ നാനോ വളരെ ചെറുതായിരുന്നു. ഏതാണ്ട് 3.1 മീറ്റർ നീളം, 1.5 മീറ്റർ വീതി, 1.6 മീറ്റർ ഉയരം. മധ്യവർഗ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു നേട്ടവും ടാറ്റ നാനോ ഒരുക്കിയിരുന്നു. അതതിൻ്റെ മൈലേജ് തന്നെയായിരുന്നു. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സാക്ഷ്യപ്പെടുത്തിയത് പ്രകാരം ഇന്ത്യയിലെ തന്നെ പെട്രോൾ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും അധികം മൈലേജ് ലഭിക്കുന്ന കാറായിരുന്നു ടാറ്റ നാനോ. 23.6 കിലോമീറ്റർ പെർ ലിറ്റർ ആയിരുന്നു ടാറ്റ നാനോ മൈലേജായി പറഞ്ഞിരുന്നത്. നാനോ കാർ വിപണിയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ പൂർണ്ണമായും പണമടച്ച 2,03,000 യൂണിറ്റുകളുടെ വിൽപ്പന നടക്കുകയാണ്. 2,500 കോടിയുടെ വിറ്റുവരവാണ് ഇതിലൂടെ കമ്പനി ഉണ്ടാക്കുന്നത്. ആദ്യ സമയത്ത് കാര്യങ്ങൾ കമ്പനി വിചാരിച്ച മുറയ്ക്ക് വിജയകരമായിരുന്നുവെങ്കിലും പിന്നീട് സംഭവിച്ചത് വിജയകരമല്ലായിരുന്നു. ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ടാറ്റയിലും ഓല ഇലക്ട്രിക്കൽസിലും കേപ്പ് ജെമിനിയിലും ഒക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയുടെ പ്രശ്നം, നമുക്ക് അക്കാഡമിക്കലായിട്ട് ധാരാളം അറിവുകളുണ്ട്, പക്ഷേ ഇൻഡസ്ട്രിയലായിട്ട് നമുക്ക് ഒരു അറിവും തന്നെ ഇല്ല. ഇവിടെയാണ് പക്ഷേ വൺ ഓഫ് ദി ലാർജസ്റ്റ് എഞ്ചിനീയറിംഗ് ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമായ സ്കിൽ ലിങ്ക് നമ്മളെ സഹായിക്കുന്നത്. ഇതിലൂടെ നമുക്ക് മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, CS തുടങ്ങിയ എഞ്ചിനീയറിംഗ് ഡൊമൈനുകളിലെ PG കോഴ്സുകൾ പഠിക്കാം. അതുകൂടാതെ അതിനൂതനമായിട്ടുള്ള ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, ഇലക്ട്രോണിക് വെഹിക്കിൾ തുടങ്ങിയ കോഴ്സുകളും പഠിക്കാം. സാധാരണ രീതിയിൽ വെറും ടീച്ചേഴ്സ് അല്ല, ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആണ് ഇതിലെ പ്രോഗ്രാംസും കോഴ്സുകളും എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ലൈവ് ടെക്നിക്കൽ സപ്പോർട്ടിന്റെ സഹായത്തോടെ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇൻഡസ്ട്രി റെലവന്റ് പ്രൊജക്റ്റിലൂടെ നമുക്കൊരു സ്ട്രോങ് പോർട്ട്ഫോളിയോയും ഇത് പഠിക്കുന്നതിലൂടെ നിർമ്മിക്കാൻ പറ്റുന്നതാണ്. അതായത് പഠിച്ചു കഴിഞ്ഞ് പിന്നീട് എക്സ്പീരിയൻസിന് വേണ്ടി ഒരുപാട് സ്ഥലത്തൊന്നും നോക്കി നടക്കേണ്ട കാര്യമില്ല. പിന്നെ സ്കിൽ ലിങ്കിൽ നല്ലൊരു കസ്റ്റമർ സക്സസ് ടീം ഉണ്ട്. അതായത് നമ്മൾ പഠിച്ചിറങ്ങുകയാണെങ്കിൽ 300-ലധികം നല്ല കമ്പനികളാണ് നമ്മളെ ജോലിക്ക് എടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നത്.
25,000-ലധികം ആക്റ്റീവ് ലേണേഴ്സാണ് ഇപ്പോൾ സ്കില്ലിംഗിലുള്ളത്. അതിൽ 2,000-ലധികം പേർക്ക് ഇതിനോടകം ജോലി കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്കില്ലിംഗിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങളൊരു കോഴ്സ് ഒപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ടും കിട്ടും, ഒരു ഫ്രീ കരിയർ ഗൈഡൻസ് സെഷനും കിട്ടും. പറ്റുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ടാറ്റ നാനോയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ, എങ്ങനെയാണ് ടാറ്റ നാനോ 1 ലക്ഷം രൂപയ്ക്ക് ഒരു കാർ എന്ന രീതിയിൽ ഇത് വിപണിയിലേക്ക് എത്തിക്കുന്നത്? റോഡ് ടാക്സ് എല്ലാം അടക്കം 1,20,000 രൂപയ്ക്കായിരുന്നു ആദ്യ സമയത്ത് ഇത് വിപണിയിലെത്തിയത്. അതിന് ചില തന്ത്രങ്ങൾ ഇവർ സ്വീകരിച്ചിരുന്നു. അതായത് നമ്മുടെ കാറെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിൽ ഒരു യാത്രാ കാർ എന്ന രീതിയിലുള്ള സംവിധാനങ്ങളല്ല ഉള്ളത്, ഒരുപാട് ലക്ഷറി സംവിധാനങ്ങളുണ്ട്. എന്നാൽ ടാറ്റ ചിന്തിച്ചത് മധ്യവർഗ ഇന്ത്യക്കാരന് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനം, മഴയും വെയിലും കൊള്ളരുത്, അതിനുവേണ്ടിയുള്ള ഒരു സംവിധാനം എന്ന രീതിയിലാണ് ടാറ്റ നാനോ അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഒരു യാത്രാ കാറിൽ അത്യാവശ്യമില്ലാത്തതായ എല്ലാ സംവിധാനങ്ങളും അവർ എടുത്തു മാറ്റുകയാണ്. കാർ നിർമ്മിക്കാൻ ആവശ്യമായ സ്റ്റീലിൻ്റെ അളവ് സാരമായി തന്നെ കുറയ്ക്കുകയാണ്. എന്തിന്? പലപ്പോഴും നട്ടുകളുടെ എണ്ണം പോലും ഇവർ കുറയ്ക്കുകയാണ്. പിന്നീട് ചെയ്തൊരു തന്ത്രം താരതമ്യേന കുറഞ്ഞ ചിലവിൽ ജോലി ചെയ്യാൻ തയ്യാറായ സ്വദേശീയരായ തൊഴിലാളികളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അത്തരത്തിൽ കുറഞ്ഞ ചിലവിൽ ജോലി ചെയ്യാൻ തയ്യാറായ ആളുകളെ വെച്ച് ഇവർ ഫാക്ടറികൾ നിർമ്മിക്കുകയാണ്. ഉത്തരാഖണ്ഡിലെ പന്നഗർ പ്ലാന്റിൽ നിന്നും വളരെ പരിമിതമായ എണ്ണത്തിൽ ആദ്യ സമയത്ത് കുറച്ച് കാറുകൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. 2006 തന്നെ വെസ്റ്റ് ബംഗാളിലെ സിംഗൂറിൽ ഒരു ഫാക്ടറി നിർമ്മിച്ച് അവിടെ നിന്നും ധാരാളം കാറുകൾ ഉണ്ടാക്കാം എന്ന തീരുമാനത്തിലായിരുന്നു ആദ്യം ടാറ്റ കമ്പനി എത്തിയത്. എന്നാൽ വെസ്റ്റ് ബംഗാൾ നമുക്കറിയാം, അവിടെ കർഷക സമരം നടക്കുകയാണ്. ലാൻഡ് അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനിക്കെതിരെ സമരം നടക്കുകയാണ്. ആളുകൾ സംഘടിക്കുകയാണ്. ഒരു കണക്കിനും ഇവിടെ ഫാക്ടറി നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെ അവരെത്തിച്ചേരുകയാണ്. എന്നാൽ ടാറ്റ മോട്ടോഴ്സ് ആദ്യം കുറച്ച് സമയം ഒരു ചർച്ചകൾക്ക് തയ്യാറാവുകയാണ്, കുറച്ച് കാത്തിരിക്കാൻ തയ്യാറാവുകയാണ്. എന്നാൽ ഒരു രീതിയിലും ഇവിടെ ആ കുത്തക മുതലാളിയുടെ ഫാക്ടറി സ്ഥാപിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെ വെസ്റ്റ് ബംഗാളിലെ ആ ഭാഗത്ത് നിലനിന്നിരുന്ന കർഷകർ തീരുമാനത്തിലെത്തുകയാണ്. ടാറ്റയ്ക്ക് പിൻവാങ്ങേണ്ട അവസ്ഥ വരികയാണ്. 2010 ആയപ്പോഴേക്കും വെസ്റ്റ് ബംഗാളിലെ സിംഗൂറിൽ ഒരു ഫാക്ടറി നിർമ്മിക്കാൻ പറ്റില്ല എന്ന കാര്യം ഒരു തീരുമാനത്തിലെത്തുകയാണ്. അപ്പോൾ ടാറ്റ കമ്പനി നേരെ അവിടെ നിന്ന് പിൻവാങ്ങി ഗുജറാത്തിലേക്ക് പോയി. ഗുജറാത്തിലെ സാനന്ദിൽ 3 ലക്ഷത്തിലധികം കാറുകൾ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഫാക്ടറി സ്ഥാപിക്കുകയാണ്. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദിയും ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായ രത്തൻ ടാറ്റയും സംയുക്തമായി ചേർന്ന് ആ ഫാക്ടറി ഉദ്ഘാടനം ചെയ്യുകയാണ്. ടാറ്റ നാനോ സ്റ്റാൻഡേർഡ്, ടാറ്റ നാനോ CX, ടാറ്റ നാനോ LX എന്നീ 3 വേരിയന്റുകളിലാണ് ആദ്യ സമയത്ത് കാറുകൾ പുറത്തിറങ്ങുന്നത്. താരതമ്യേന ടാറ്റ നാനോ വളരെ ചെറിയ കാറായിരുന്നു എങ്കിലും അതിന്റെ ഉൾഭാഗം അത്യാവശ്യം വിശാലമായിരുന്നു. നമ്മൾ പരസ്യത്തിൽ കേട്ടിട്ടില്ലേ, വലുത എന്ന് പറയുന്നൊരു പരസ്യം, ബെഡിയ എന്ന് പറയുന്നൊരു പരസ്യം. അതുപോലെ അതിൻ്റെ ഉൾഭാഗം കുറച്ച് വലുതായിരുന്നു. മറ്റ് ചെറിയ കാറുകളെ അപേക്ഷിച്ച് 21% വിശാലമായ ഉൾഭാഗം ടാറ്റ നാനോ ഓഫർ ചെയ്തിരുന്നു. ചെറിയ കാർ ആയതുകൊണ്ട് മറ്റ് ചില ഗുണങ്ങളും ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ തിരക്ക് പിടിച്ച റോഡിലൂടെ ഓടിക്കാൻ വളരെ എളുപ്പമായിരുന്നു. ഒരു കുടുംബത്തിന് സുഖമായിട്ട് അതിൽ പോവുകയും ചെയ്യാം. ഒരു 4 മീറ്ററൊക്കെയാണ് അതിൻ്റെ ടേണിംഗ് റേഡിയസ്. ഏത് ചെറിയ സ്ഥലത്ത് വേണമെങ്കിലും പാർക്ക് ചെയ്യാം, ഏത് ചെറിയ സ്ഥലത്തു നിന്ന് വേണമെങ്കിലും അത് തിരിച്ചെടുക്കാം. അതുകൊണ്ട് വലിയ രീതിയിൽ തന്നെ കാറ് ശ്രദ്ധിക്കപ്പെടുകയാണ്. ഇന്ത്യയിൽ നിന്ന് ധാരാളം ഈ കാറുകൾ വിറ്റഴിയപ്പെടുകയാണ്. വാഹന റേറ്റിംഗ് ഏജൻസിയായ ക്രിസിലിന്റെ അഭിപ്രായ പ്രകാരം ടാറ്റ നാനോ വിപണിയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഇന്ത്യൻ വാഹന വിപണിയെ 65% പരിപോഷിപ്പിക്കുമെന്ന് അവർ പ്രവചിച്ചിരുന്നു. ടാറ്റ നാനോ വിപണിയിലേക്ക് എത്തിയ സമയത്ത് തന്നെ യൂസ്ഡ് കാറുകൾ, അതായത് സാധാരണക്കാരന് മേടിക്കാൻ പറ്റിയിരുന്നത് സെക്കൻഡ് ഹാൻഡ് കാറുകളായിരുന്നു. ആ കാറുകളുടെ വില 30% ഇടിയാണ്. കാരണം സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ വിലയ്ക്ക് പുതിയൊരു കാറ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ടാറ്റ നാനോയുടെ പുറകെ പോവുള്ളൂ. അതുകൊണ്ട് തന്നെ യൂസ്ഡ് കാറുകളുടെ വില കുറയുകയാണ്. അതുപോലെ ആ സമയത്ത് വിപണിയിൽ വില കുറഞ്ഞ കാറായി നിലനിന്നിരുന്ന മാരുതി 800ന്റെ വിൽപ്പന 20% ഇടിയാണ്. ടാറ്റ നാനോ പുറത്തിറങ്ങിയ ആദ്യ സാമ്പത്തിക വർഷം 30,000-ലധികം കാറുകൾ വിൽപ്പന ചെയ്യപ്പെടുകയാണ്. തൊട്ടടുത്ത വർഷം തന്നെ 132% ഇത് വർദ്ധിച്ച് 70,000-ലധികം കാറുകളുടെ വിൽപ്പനയാണ് നടക്കുന്നത്. 2011-12 സാമ്പത്തിക വർഷത്തിൽ 5.8% ഇത് വർദ്ധിച്ച് 74,527 കാറുകളുടെ വിൽപ്പന നടക്കുകയാണ്. എന്നാൽ പിന്നീട് 2012-13 കാലയളവിൽ 53,848 വിൽപ്പന കുറയുകയാണ്. അതായത് 27% ടാറ്റ നാനോ കാറുകളുടെ വിൽപ്പന കുറയുകയാണ്. ഇത്തരത്തിൽ വിൽപ്പന കുറഞ്ഞതിൻ്റെ കാരണം മറ്റൊന്നുമല്ലായിരുന്നു. സ്വാഭാവികമായിട്ടും 1 ലക്ഷം രൂപയുടെ കാർ എന്ന രീതിയിൽ, അതായത് ലോകത്തിലെ ഏറ്റവും ചീപ്പായിട്ടുള്ള വില കുറഞ്ഞ കാർ എന്ന രീതിയിലാണ് ഇതിന് പ്രചരിപ്പിക്കപ്പെടുന്നത്. അത് നന്നായി തന്നെ തിരിച്ചടിക്കുകയാണ്. കാരണം 1 ലക്ഷം രൂപയ്ക്ക് ഈ കാർ കിട്ടില്ല. 1,20,000 കൊടുത്താൽ മാത്രമേ അത് നമുക്ക് റോട്ടിൽ ഇറക്കാൻ പറ്റുള്ളൂ. കാരണം റോഡ് ടാക്സും കാര്യങ്ങളും എല്ലാം അടച്ച് 1,20,000 രൂപയെങ്കിലും നമുക്ക് ചിലവാകുന്നതാണ്. എന്നാൽ ഈ വിലയിൽ പിടിച്ചു നിൽക്കാൻ ടാറ്റ നാനോയ്ക്ക് സാധിക്കുന്നില്ല. കാരണം റോ മെറ്റീരിയൽസിൻ്റെ വില കൂടുകയാണ്.
തൊഴിലാളികളുടെ ശമ്പളം കൂടുകയാണ്, മറ്റ് ചില സാഹചര്യങ്ങൾ കൂടെ കടന്നു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വില വർദ്ധിപ്പിക്കേണ്ട അവസ്ഥ വരികയാണ്. എന്നാൽ വളരെ കുറഞ്ഞ അളവിലാണ് ആദ്യ സമയത്ത് വില വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ ഇന്ത്യക്കാരൻ്റെ കാർ എന്ന സ്വപ്നം വെറും യാത്രാവാഹനം മാത്രമായിരുന്നില്ല, അത് നൽകുന്ന ലക്ഷറിയും കംഫോർട്ടും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇതൊന്നും ടാറ്റ നാനോ കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നിന്നും അഭിപ്രായങ്ങൾ വരികയാണ്, ഇന്ന സൗകര്യങ്ങൾ വേണം, ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ അഭിപ്രായങ്ങളെല്ലാം ചേർത്ത് ടാറ്റ നാനോ കാറുകൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുകയാണ്. ഇത്തരത്തിൽ മെച്ചപ്പെടുന്നതിൻ്റെ കൂടെ തന്നെ കാറിൻ്റെ വിലയും വർദ്ധിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അത് വിൽപ്പനയെ സാരമായിട്ട് ബാധിക്കുകയാണ്. പ്രായം കൂടിയ ആളുകൾ മാത്രം കാറ് മേടിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ഒരു കാർ കമ്പനി വിജയമായിട്ട് മാറുന്നതല്ല. സ്വാഭാവികമായിട്ടും യുവാക്കളെ ആകർഷിക്കേണ്ടതാണ്. യുവാക്കളെ ആകർഷിക്കണമെങ്കിൽ ഒരു ഫീച്ചറും ഇല്ലാത്ത കാറ് കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ കാർ കമ്പനി സാരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയാണ്. ഇൻറ്റീരിയർ ഒക്കെ കുറച്ചുകൂടി അടിപൊളിയാക്കുകയാണ്. ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് കൊണ്ടുവരികയാണ്. അലോയ് വീലുകൾ കൊണ്ടുവരികയാണ്. സ്വാഭാവികമായിട്ടും കാറിൻ്റെ വിലയും കൂടുകയാണ്. കാറിൻ്റെ വില കൂടിക്കൂടി ഏകദേശം 2,15,000 രൂപയായിട്ട് മാറുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ മാരുതി 800ൻ്റെ ആ സമയത്തെ വില ഏതാണ്ട് 2.5 ലക്ഷത്തോളമായിരുന്നു. അതായത് ടാറ്റ നാനോയുടെ വില കൂടിക്കൂടി മാരുതി 800ൻ്റെ വിലയോളം എത്തുകയാണ്. ഈ സമയത്ത് ആളുകൾ താരതമ്യം ചെയ്യാൻ ആരംഭിക്കുകയാണ്. ടാറ്റ നാനോ വേണോ, മാരുതി 800 വേണോ? എങ്ങനെ നോക്കിയാലും മാരുതി 800 തന്നെയായിരുന്നു ആളുകളുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും മികച്ചത്. 2013-14 സാമ്പത്തിക വർഷത്തിൽ വിൽപ്പന വീണ്ടും 60.7% ഇടിയുന്നത്. അതുമൂലം 21,129 യൂണിറ്റുകൾ മാത്രമാണ് ടാറ്റ നാനോയ്ക്ക് ആ വർഷം വിൽപ്പന നടത്താൻ സാധിക്കുന്നത്. തൊട്ടടുത്ത വർഷം വിൽപ്പനയിൽ 20% കുറവ്, 16,903 യൂണിറ്റുകൾ മാത്രം വിൽപ്പന നടത്തുന്നു. 2016-17 നോക്കുകയാണെങ്കിൽ 7,591 യൂണിറ്റുകൾ മാത്രമാണ് വിൽപ്പന നടത്തുന്നത്. അതായത് 63.8% ഇടിവാണ് ആ സാമ്പത്തിക വർഷം രേഖപ്പെടുത്തുന്നത്. 2017-18 ആയ സമയത്ത് 75.8% ഇടിവ് രേഖപ്പെടുത്തി 1,852 കാറുകൾ മാത്രമാണ് ആ വർഷം ടാറ്റ നാനോ വിൽപ്പന നടത്തുന്നത്. അതായത് ആർക്കും വേണ്ടാത്തൊരു കാറായി ടാറ്റ നാനോ മാറുകയാണ്. 2010 നാനോ കാറിൻ്റെ ഒരു നൊസ്റ്റാൾജിയ, അതുമായിട്ടുള്ള ഒരു ബന്ധം, ഗൃഹാതുരമായ ഓർമ്മ, ഇതൊക്കെ വെച്ചുകൊണ്ട് ടാറ്റ നാനോ ഒരു കാറ് മാത്രം നിർമ്മിക്കുകയാണ്. വില പതിയെ കൂടിക്കൂടി മറ്റ് കാറുകളുടെ വിലയോളം തുലനം ചെയ്യാൻ പറ്റുന്ന വിലയിലേക്ക് ടാറ്റ നാനോ എത്തിയപ്പോൾ ഫീച്ചറുകൾ അതിനനുസരിച്ച് കൂടിയില്ല. അതായത് പല ടാറ്റ നാനോ കാറുകളിലും AC ഇല്ലായിരുന്നു, എയർ ബാഗുകളില്ലായിരുന്നു, മുൻപിൽ ഒരു വൈപ്പർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഇന്ധനം അടിക്കണമെങ്കിൽ മുന്നിലുള്ള ഭാഗം തുറക്കേണ്ടിയിരുന്നു. എഞ്ചിൻ പുറകു ഭാഗത്തായിരുന്നു. അത് കണ്ടാൽ തന്നെ ഒരു ഓട്ടോറിക്ഷ പോലെ തോന്നിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇടിച്ചാൽ പപ്പടം പോലെ പൊടിയുന്ന ടാറ്റ നാനോ സുരക്ഷയുടെ കാര്യത്തിൽ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയായിരുന്നു എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. മറ്റ് ചില കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ടാറ്റ നാനോയുടെ പല കാറുകളും തീ പിടിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പല സമയത്തും ടാറ്റ മോട്ടോഴ്സ് ഈ കാറുകളുടെ വാറണ്ടി നീട്ടി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അവർ വിപണിയിൽ നിന്നും അത്തരം യൂണിറ്റുകളെ പിൻവലിക്കാൻ തയ്യാറായിരുന്നില്ല. അതായത് കാലങ്ങൾ കൊണ്ട് വില കൂടിക്കൂടി വന്ന ഒരു കാറ് സുരക്ഷയും നൽകുന്നില്ല. ഫീച്ചറുകളും മറ്റ് കാറുകളെ അപേക്ഷിച്ച് വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് തന്നെ മധ്യവർഗ ഇന്ത്യക്കാർ പൂർണ്ണമായിട്ടും ഈ കാറിനെ കൈയൊഴിയാണ്. ടാറ്റ നാനോ വിപണിയിൽ നിന്നും പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാകുകയാണ്. എന്നാൽ ടാറ്റ നാനോ പുതിയൊരു തിരിച്ചുവരവ് നടത്തുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ടാറ്റ നാനോ പല സമയത്തും പല പുതിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് വരാനുള്ള ഒരു ശ്രമം നടത്തിയതായി ചരിത്രത്തിൽ നമുക്ക് കാണാം. 2010 തന്നെ ജനീവ മോട്ടോർ ഷോയിൽ ഇവർ ഇലക്ട്രിക് കാർ ഒന്ന് അവതരിപ്പിച്ചിരുന്നു. 2010 എന്നാൽ അതൊരു മോഡൽ മാത്രമായിരുന്നു. അത് വിപണിയിലേക്കൊന്നും എത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു ഇലക്ട്രിക് കാർ എന്ന ആശയം ആ സമയത്ത് തന്നെ അവർ മുന്നോട്ട് വെച്ചിരുന്നു. 2013 ഒക്ടോബറിൽ പെട്രോളിലും CNGയിലും പ്രവർത്തിക്കുന്ന ബൈഫ്യൂവൽ വാഹനമായ ടാറ്റ നാനോ ഇമാക്സ് എന്ന ഒരു വണ്ടിയുടെ മോഡലും അവർ പുറത്തേക്ക് വെച്ചിരുന്നു. അതും കുഴപ്പമില്ലാത്ത രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 2009 തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് നടത്താൻ വേണ്ടി ടാറ്റ നാനോ യൂറോപ്പ എന്നൊരു മോഡലും അവർ പുറത്തേക്ക് വെച്ചിരുന്നു. എന്നാൽ ഈ ടാറ്റ നാനോ യൂറോപ്പയൊക്കെ ഒരു മോഡലായിട്ട് ഒതുങ്ങുകയാണ്. യൂറോപ്പിലൊന്നും അത് ക്ലച്ച് പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ശ്രമമൊന്നും ടാറ്റ മോട്ടോഴ്സ് നടത്തിയിട്ടുമില്ല. കാര്യങ്ങൾ എന്താണെങ്കിലും ഈ അടുത്ത് വന്ന വാർത്തകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം വ്യക്തമാണ്. ടാറ്റ നാനോ പുതിയ ഇലക്ട്രിക് വാഹനവുമായിട്ട് വിപണിയിലേക്ക് എത്തുകയാണ്. താരതമ്യേന മറ്റ് വാഹനങ്ങളെ അപേക്ഷിച്ച്, ഇലക്ട്രിക് വാഹനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ വിലയിൽ അത് ലഭ്യമാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ടാറ്റ നാനോ എന്ന പേര് തന്നെ ഒരു ചീപ്പ് എന്ന പദവുമായിട്ട്
ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതാണ്, അല്ലെങ്കിൽ വില കുറഞ്ഞത് എന്ന പദവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പരാജയത്തിൽ നിന്ന് പഠിക്കുന്ന സമയത്താണ് ഓരോ കമ്പനിക്കും ഓരോ ബിസിനസ്സിനും ഗുണമുണ്ടാവുക എന്ന കാര്യം നമ്മൾ ഒരുപാട് കഥകളിലൂടെ ഒരുപാട് റിയൽ സംഭവങ്ങളിലൂടെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയെ നോക്കുകയാണെങ്കിൽ സുദീർഘമായ പ്രൗഢമായ ഒരു ചരിത്രം അവകാശപ്പെടാനുള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ മുൻപ് സംഭവിച്ചിട്ടുള്ള പോരായ്മകളെ എല്ലാം തിരുത്തിക്കൊണ്ട് ഒരു ചരിത്രം സൃഷ്ടിക്കാൻ തന്നെ ആവണം ടാറ്റയുടെ പുതിയ വാഹനത്തിൻ്റെ കടന്നുവരവ്. അങ്ങനെ തന്നെ സംഭവിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താണെങ്കിലും ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഓർമ്മകളിലെല്ലാം ഇപ്പോഴും ഒരു വിപ്ലവമായി കത്തി നിൽക്കുന്ന ടാറ്റ നാനോ എന്ന ആ വിപ്ലവ കാറിൻ്റെ ഉദയത്തെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചും പതനത്തെക്കുറിച്ചുമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ 1, 2, 3 കൂട്ടുകാർക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിർബന്ധമായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് എഴുതേണ്ടതാണ്. കമൻറ്റൊക്കെ വായിക്കുന്ന സമയത്താണ് പുതിയ പുതിയ വീഡിയോകളൊക്കെ ചെയ്യാനുള്ള ഒരു ആവേശം നമുക്കുണ്ടാവുന്നത്. ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ സ്കില്ലിങ്ങിലൂടെ പഠിച്ച് നല്ല ജോലി കിട്ടാൻ താല്പര്യമുള്ളവർക്ക് നല്ല ഓഫറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ഇപ്പോൾ നിങ്ങളുടെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ 15% ഓഫറും ഉണ്ട്. ഫ്രീ ആയ ഒരു കരിയർ ഗൈഡൻസ് സെഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പറ്റുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്തു. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.